കാഞ്ഞങ്ങാട് നഗരസഭ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പുഞ്ചാവി LP സ്കൂളിന് പുതുതായി നിർമ്മിച്ചു നൽകിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചെയർമാൻ NA ഖാലിദ് നിർവഹിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഈ പ്രദേശത്ത് കെട്ടിടങ്ങൾ കുറവാണ്. അതിന് കാരണം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സ്ഥലത്തിന്റെ അപര്യാപ്തതയാണ് നഗരസഭയ്ക്ക് ഇവിടെ സഹായിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരിക്കുന്നത്. മറ്റു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് മണ്ണിട്ട് നികത്താനോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് സ്ഥാപനങ്ങൾ കെട്ടാനോ നഗരസഭയ്ക്ക് കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നമുക്ക് അനുവദിച്ച ഫണ്ട് പോലും ചെലവാക്കാൻ വേണ്ടി കഴിയാതിരുന്നത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു കാരണവശാലും കെട്ടിടത്തിന് വേണ്ടി പണം നമുക്ക് നീക്കി വെക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ആകാശം സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ ഓൺ ഫണ്ടിന്റെ ബഡ്ജറ്റിൽ അത്തരമൊരു പ്രൊവിഷൻ വെച്ചാൽ അത് നടപ്പാക്കാൻ നഗരസഭ കഴിയില്ല എന്നുള്ളതുകൊണ്ട് വളരെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ സ്കൂളുകൾക്ക് സ്ഥലമെടുപ്പ് എന്ന് പറയുന്ന ഹെഡ് വെച്ചാൽ അത് പ്രായോഗികമായി നടപ്പിലെടുത്താൻ വേണ്ടി കഴിയുകയില്ല. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രസംഗിച്ചത് കൊണ്ടോ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. മറിച്ച് PTA നാട്ടുകാരുടെ ഒക്കെ പരിശ്രമത്തിന്റെ ഫലമായി നിങ്ങളുടെ സ്ഥലം ഏറ്റെടുത്ത് നഗരസഭ കൈമാറിയാൽ മാത്രമേ നമുക്ക് നഗരസഭയ്ക്ക് ബിൽഡിംഗ് കെട്ടിടം കെട്ടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഫണ്ട് ഇവിടെ കിടക്കുകയാണ്. പുതിയ പദ്ധതി പ്രകാരം നമ്മുടെ എല്ലാ സ്കൂളുകൾക്കും ഫണ്ടുകൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പള്ളിക്കൈ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ C ശ്യാമള, ഹോസൂർ AEO ഉഷ P നമ്പ്യാർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് KM ഉണ്ണികൃഷ്ണൻ, കൌൺസിലർ അജയകുമാർ നെല്ലിക്കാട്, PTA പ്രസിഡന്റ് ചന്ദ്രൻ ഞാണിക്കടവ്, അസൈനാർ കല്ലൂരാവി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.